എല്ലാവരും ഈ അണ്ണാൻകുട്ടീനെ നിൽക്കുന്ന തിരക്കിലായിരിക്കും. ഈ അണ്ണാൻകുട്ടീനെ നിൽക്കിയ പൈസ കിട്ടുന്നൊക്കെയാണ് പറയുന്നത്, എനിക്കറിയില്ല. കൂട്ടുകാരൻ കയറ്റി തന്നതാണ്, കിട്ടട്ടെ എന്ന് ചോദിച്ചാൽ ഞാൻ ഈ അണ്ണാൻകുട്ടീനെ നിൽക്കാൻ കൂടി. ആർക്കെങ്കിലും പൈസ കിട്ടിയിട്ടുണ്ട് കമന്റിൽ പറയാൻ മറക്കാം. നമ്മുടെ ടോപ്പിക്ക് മാറിപ്പോയി, നമ്മൾ അണ്ണാൻകുട്ടീന്റെ കാര്യം പറയാനല്ല വന്നേ. എല്ലാവർക്കും സംശയം ഉണ്ടാവും ആർഡിനോ ബോർഡ് വാങ്ങി എങ്ങനെ നമുക്ക് പ്രോഗ്രാം ചെയ്യാന്ന്. അപ്പൊ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന നാനോ ബോർഡാണ്. തൽക്കാലം ഞാൻ മൊബൈലിൽ കാണിച്ചത്. അപ്പൊ നമുക്ക് മൊബൈലിൽ സിമ്പിളായി പ്രോഗ്രാം അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ആർഡിനോ ഡ്രോയിഡ് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിന് ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്ത് എക്സ്ട്രാക്ട് ആവാൻ വേണ്ടി ഒന്ന് കാത്തു ക്ലിക്ക് ചെയ്യുക. സെറ്റിംഗ്സിൽ കയറി ബോർഡ് ടൈപ്പ് നിൽക്കുക. ആർഡിനോ ഉണ്ടാവും, അതിൽ ഏത് ബോർഡാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ കറക്റ്റ് ആയി കൊടുക്കുക. അതിന്റെ 3 ഡോട്ടിൽ തന്നെ ക്ലിക്ക് ചെയ്ത് സ്കെച്ച് എടുക്കുക. എക്സാമ്പിൾ ഉണ്ടാവും, എക്സാമ്പിളിൽ ബേസിക് ബ്ലിങ്ക് എന്നുണ്ടാവും. അപ്പൊ ഇതാണ് നമ്മുടെ OTG ആയിട്ട് നമ്മുടെ മൊബൈലിൽ അറ്റാച്ച് ചെയ്യുക. ആർഡിനോ ലൈറ്റ് ഇൻഡിക്കേഷൻ കാണിക്കുന്നതാണ്. ചിലപ്പോൾ കാണിച്ചില്ലെങ്കിൽ നിങ്ങൾ ഫോണിൽ OTG ഓപ്ഷൻ ഓൺ ആക്കി ഇട്ടാൽ മേലെ ഫ്ലാഷിന്റെ ചിഹ്നം നിൽക്കുക. അപ്പൊ കമ്പയറിംഗ് സ്റ്റാർട്ട് വരും. അപ്പൊ ഒന്ന് കഴിഞ്ഞ അടുത്ത് ഡൗൺലോഡിന്റെ ഒരു ചിഹ്നം ഉണ്ടാവും. അപ്പൊ അത് നിൽക്കുക. അപ്പൊ നിങ്ങൾക്ക് കാണാം അപ്ലോഡ് ആവണേ. അപ്പൊ അപ്ലോഡ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ബ്ലിങ്ക് ഓപ്ഷൻ അവിടെ ബ്ലിങ്ക് ആവുന്ന കാണാം. ഇത്രയുള്ള സംഗതി സിമ്പിൾ ആണ്. ബോർഡ് വർക്കിംഗ് അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ എറർ കാണിക്കുന്നതായിരിക്കും. ESP32 പോലത്തെ ബോർഡുകളിൽ യൂസ് ചെയ്യുമ്പോൾ PC യൂസ് ചെയ്യുന്നതാണ് നല്ലത്. നിൽക്കുന്നവരാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ഇടാൻ മറക്കണ്ട.